ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവൃത്തി വായിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച വചനങ്ങൾ നമുക്കറിയാം. 1-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ചിന്തയിൽ വെച്ചത്. 15-ാം വാക്യം: അന്നൊരു ദിവസം 120ഓളം സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു, ഉദരം പിളർന്നു, അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലത്തിന് അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണെന്ന് പരിശോധിക്കുന്നത്. ഒന്ന്, അപ്പസ്തോലനായ പത്രോസാണ് ഈ 120 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യം പറയുന്നത്. 12 പേരെ കർത്താവായ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തു. എന്നാൽ അതിലൊരുവൻ അവൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം അവൻ വാങ്ങി, അവൻ മരണം ഏറ്റുവാങ്ങി എന്നുള്ളത് പത്രോസോടെ വ്യക്തമാക്കുക. ഇനി അവന് കൊടുക്കേണ്ടിയിരുന്നൊരു സ്ഥാനമുണ്ട്, എന്നാൽ അവന് ലഭിക്കേണ്ടത് അവൻ നഷ്ടപ്പെടുത്തിയത് അത് പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട, വളരെ വ്യക്തമായി ദാവീദിലൂടെ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞ് പഴയ നിയമ ആ പറയുന്ന പുസ്തകത്തെ വളരെ വ്യക്തതയോടുകൂടി കോട്ട് ചെയ്തിട്ടാണ് പത്രോസ് അപ്പസ്തോലൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മളൊരു കാര്യം എടുത്തു വെക്കുകയാണ്, അയ്യോ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് നീ പെന്തക്കോസ്താണോ എന്ന് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ 120 പേരുടെ ഇടയിൽ ഇന്നത്തെ നമ്മളുടെ ആരെങ്കിലുമാണ് ഉണ്ടായത് എങ്കിൽ അപ്പം തന്നെ പത്രോസിനെ വിരൽ ചൂണ്ടിയിട്ട് എടാ നീ പെന്തക്കോസ്തല്ലേ എന്ന് ചോദിച്ചേനെ. പക്ഷെ പത്രോസ് അവിടെ എടുത്ത ഒരു രീതി അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങൾക്കൊരു കാര്യം പറയണമെങ്കിൽ, ഒരു പ്രസ്താവനയോ ഏതെങ്കിലും ഒരു കാര്യമോ തെളിയിക്കണമെങ്കിൽ അവർക്ക് ആധികാരികമായ ദൈവവചനം, അവരുടെ കയ്യിൽ നൽകപ്പെട്ട എഴുതപ്പെട്ട പഴയ നിയമമായിരുന്നു അവരുടെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം. അതിൽ നിന്നും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അടുത്ത വിഷയത്തിലേക്ക്, അടുത്ത തീരുമാനത്തിലേക്ക് അവർ കടക്കുന്നത്. ഇവിടെ യൂദാസിനെ കുറിച്ച് പറയുവാൻ വളരെ വ്യക്തമായി ദാവീദ് പരിശുദ്ധാത്മാവിൽ എഴുതിയ വചനത്തെ ഉദ്ധരിക്കുകയായിരുന്നു ചെയ്തത്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിന് അത്രയേറെ പ്രാധാന്യം യേശുവും അപ്പസ്തോലന്മാരും കൊടുത്തു. ഇതാ പത്രോസ് ആദ്യം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന വിഷയത്തിൽ പോലും പത്രോസ് പറഞ്ഞു കൊടുക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. സഹോദരന്മാരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അവൻ നശിച്ചു പോയത്, തകർന്നു പോയത് എന്ന് പറയുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്ങനെ ഈ പറയുന്ന യൂദാസ് കറിയോത്ത മരിച്ചു എന്നുള്ളതാണ്. യൂദാസ് കറിയോത്ത മരണത്തെക്കുറിച്ച് ഇവിടെ ലൂക്ക എഴുതിയിരിക്കുന്ന കാര്യം, അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളിൽ ലൂക്ക പറഞ്ഞിരിക്കുന്നതും പത്രോസ് അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പറയുന്ന യൂദാസ് മരിച്ചത് ഉദരം പിളർന്നാണ്. അവൻ്റെ ഉദരം പൊട്ടി ആണ് അവൻ മരിച്ചത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ മത്തായി സുവിശേഷം വായിക്കുകയാണെങ്കിൽ മത്തായി അതിൻ്റെ 27-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ അവിടെ നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം നേരെ തിരിച്ചാണ്. 27:3 മുതൽ അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റുകൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാണ് ചത്തു. അവൻ പോയി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മത്തായി സുവിശേഷകന്റെ ഒരു റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ പത്രോസ് പറയുന്നു അങ്ങനെയല്ല, അവൻ ഉദരം പിളർന്ന് മരണപ്പെട്ടു. അത് തന്നെ ലൂക്ക പത്രോസ് പറഞ്ഞ കാര്യം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഏതാണ് ഇതിനകത്ത് സത്യം എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും സത്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എങ്ങനെയാണ് അവൻ മരണപ്പെട്ടതെന്ന് നമ്മളിവിടെ മത്തായി സുവിശേഷത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ ആ വെള്ളിക്കാശ് അവിടേക്ക് വലിച്ചെറിഞ്ഞ്, ദേവാലയത്തിലേക്ക് ആ നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാണ് ചത്തു. അതിന് തൊട്ടടുത്ത വാക്യം 6-ാം വാക്യം, പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അതിന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. ഇത് തന്നെയാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുന്നത്, രക്തത്തിൻ്റെ പറമ്പ്, രക്തത്തിൻ്റെ സ്ഥലം എന്ന് അറിയപ്പെടുന്നു എന്ന് അവിടെയും നമ്മൾ കാണുന്നു. അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നു.
ഇനി പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി, അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങളെക്കുറിച്ച് അവിടെ മത്തായി സുവിശേഷകൻ, അവിടെ മത്തായി പോലും പഴയ നിയമത്തിൻ്റെ പ്രബോധനത്തെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇതാ പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണെന്ന് പറയുക. മത്തായി അത് വളരെ ശ്രേഷ്ഠമായി കരുതുന്നു. പഴയ നിയമം ദൈവവചനം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ ദൈവവചനം കോട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുക. ഇത് അപ്പസ്തോലിക പാരമ്പര്യമാണ് എന്ന് നമ്മൾ അഭിമാനിക്കുക. ഞാനതിലാണ് സന്തോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ യൂദാസിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം എന്ത് സംഭവിച്ചു എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ, യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ്റെ ശിഷ്യനായ പാപ്പിയാസിനെ കുറിച്ച്, യോഹന്നാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് പാപ്പിയാസ്. AD 2-ാം നൂറ്റാണ്ടിൽ AD 120 മുതൽ 130 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില ചരിത്ര രേഖകളിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയാണ്. യൂദാസ് മരണപ്പെട്ടത് അത് വളരെ വിചിത്രമായിരുന്നു, വളരെ ഭയാനകമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് യൂദാസ് മരിച്ചത് എന്ന് ചോദിച്ചാൽ, അവൻ ഈ രക്തത്തിൻ്റെ വയലായ ഹക്കൽദാമ എന്ന് വിളിക്കപ്പെടുന്ന അതേ സ്ഥലം, പുരോഹിതന്മാർ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലം, യൂദാസ് നേരത്തെ കണ്ടുവച്ചിരുന്ന സ്ഥലം, അവൻ കണ്ടുവച്ച് അതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് യേശുവിനെ ഒറ്റുകൊടുത്ത സ്ഥലം തന്നെ അവർ വാങ്ങി. ആ സ്ഥലത്ത് യൂദാസ് പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് അവൻ കയറിൽ തൂങ്ങി. എന്നാൽ അവൻ്റെ ഭാരം താങ്ങാനാകാതെ കയർ പൊട്ടി അവൻ നിലത്ത് വീണു, അവൻ്റെ ഉദരം പിളർന്നു എന്നുള്ളതാണ് ഇവിടെ പാപ്പിയാസ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പാപ്പിയാസിൻ്റെ ഈ ലേഖനവും അതുപോലെ അപ്പസ്തോലന്മാർക്ക് എഴുതിയ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളും മത്തായി സുവിശേഷവും കൂടി നമ്മൾ പരിശോധിക്കുമ്പം ഇങ്ങനെയാണ് സംഭവിച്ചത്. യൂദാസ് കറിയോത്ത ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ കയറിൽ കെട്ടിത്തൂങ്ങുന്നു, അവിടെ നിന്ന് താഴെ വീഴുന്നു, ഉദരം പിളരുന്നു. എന്നാൽ അതുകൊണ്ട് മരണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാപ്പിയാസ് പറയുന്നത് ഇല്ല എന്നാണ്. അതിലും ഭീകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഈ ഉദരം പിളർന്ന് ദിവസങ്ങളോളം അവൻ ജീവൻ മരണ പോരാട്ടമായി ഈ രക്തത്തിൻ്റെ വയലിൽ അവൻ കിടന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ദിവസങ്ങളോളം. കാരണം അപ്പസ്തോല പ്രവൃത്തിയിൽ അവിടെ നമ്മൾ 19-ാം വാക്യം വായിക്കുമ്പം, 1-ാം അധ്യായം 19 വായിക്കുമ്പോൾ, ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെടുന്നു. ഈ സ്ഥലത്തെക്കുറിച്ചും ഈ വിവരത്തെക്കുറിച്ചും ജെറുസലേം നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇത് ഒരു പരസ്യമായ കാര്യമാണ് എന്ന് പത്രോസ് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം, യേശുവിൻ്റെ മരണ ഉദ്ധാനത്തിൻ്റെ ആ സമയത്തിലൂടെ നടക്കുമ്പോൾ അതിനുശേഷമുള്ള 10 ദിവസം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. നമ്മൾ പെന്തക്കോസ്ത നാളിലേക്ക് കടന്നു വരുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ വിഷയം അത് യൂദാസിൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യൂദാസിൻ്റെ മരണവും കണക്ട് ചെയ്തിട്ടായിരുന്നു ജെറുസലേം നിവാസികളുടെ മുഴുവൻ സംസാര വിഷയം. ഇത് പാപ്പിയാസ് തൻ്റെ ലേഖനങ്ങളിൽ എഴുതുന്നുണ്ട്. കാരണം അതിലൂടെ ഒരു മനുഷ്യന് നടന്നു പോകാൻ പോലും കഴിയാത്തവണ്ണം അത്രത്തോളം ദുർഗന്ധം വമിച്ച് വളരെ ഭീകരജീവിയായി, അതായത് ഒരു സങ്കല്പത്തിനും അധികമായി അവൻ വലുതായി വളർന്നു എന്നാണ് അവിടെ പറയുന്നത്. പാപ്പിയാസിൻ്റെ രേഖകളിൽ നമ്മൾ കാണുന്നത്, ഒരു രഥത്തിന് കടന്നു പോകാനുള്ള വഴിയിലൂടെ പോലും യൂദാസിന് നടന്നു പോകാൻ സാധിക്കാത്ത വണ്ണം ക്രമാതീതമായി അവൻ ചീർത്തു, അവൻ വലുതായി, അവൻ്റെ ശരീരം അത്രത്തോളം ഭീകരമായി എന്നാണ് പാപ്പിയാസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വലുതായി എന്ന് പറയുന്നതിനെയാണ് ഇവിടെയും അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ ഉദരം പിളർന്നു. അവൻ തൻ്റെ ദുഷ്ടതയുടെ പ്രതിഫലം കൊണ്ട് പറമ്പ് വാങ്ങി, അവൻ തലകുത്തി വീണു, ഉദരം പിളർന്നു, അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി. എത്രത്തോളം ഭീകരമായി അവൻ ചീർത്ത് വിങ്ങി ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഒരു നാശപ്പെട്ട മരണം അവന് സംഭവിച്ചു എന്ന് ഇവിടെ പാപ്പിയാസ് തൻ്റെ ലേഖനങ്ങളിൽ പറയുമ്പോൾ, ഇത് തന്നെ അപ്പസ്തോലനായ പത്രോസ് അവിടെ വിളിച്ചു പറയുമ്പോൾ, ഇത് ജെറുസലേം നിവാസികൾക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു സംസാര വിഷയമാവുകയും ആ ദുർഗന്ധം മൂലം ഒരുവന് പോലും നടന്നു പോകാൻ പോലും കഴിയാത്തവണ്ണം അത്രത്തോളം ഭീകരമായ ഭയാനകരമായ ഒരു മരണമായിരുന്നു യൂദാസിന് ലഭിച്ചത് എന്ന് പറയുമ്പം, ഇന്ന് നമ്മളും തിരിച്ചറിയണം, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ്, യേശുവിൻ്റെ രക്ഷയെ തള്ളിക്കളഞ്ഞ്, ഏകസത്യദൈവമായ ക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ, യൂദാസ് പ്രാധാന്യം കൊടുത്തത് പണത്തിനായിരുന്നു, അവൻ ലക്ഷ്യം വെച്ചത് പണത്തിനായിരുന്നു. യേശുവിനെ നാർദീൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോഴും, യേശുവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴും അവൻ പിറുപിറുത്തുകൊണ്ടിരുന്നു. കാരണം അവൻ്റെ ലക്ഷ്യം പണം മാത്രമായിരുന്നു. ഒരു മനുഷ്യൻ്റെ നിത്യതയോ രക്ഷയോ നിത്യജീവനോ അനുഗ്രഹമോ മാനസാന്തരമോ സുവിശേഷത്തിൻ്റെ പ്രചാരണമോ അല്ല അവൻ ലക്ഷ്യം വെച്ചത്. അവൻ്റെ ലക്ഷ്യം പണം മാത്രമായിരുന്നു.
അവൻ്റെ ലക്ഷ്യം ഹക്കൽദാമ എന്ന് പറയപ്പെടുന്ന രക്തത്തിൻ്റെ വയൽ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലം വാങ്ങുക, അതിനുവേണ്ടി 30 വെള്ളിക്കാശ് ഒരുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ജീവൻ്റെ നാഥനെ അവൻ ഒറ്റുകൊടുത്തു. ഇന്ന് നമ്മളിൽ പലരും ജീവൻ്റെ നാഥനെ ഒറ്റുകൊടുക്കുന്നവരായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണവും ജെറുസലേം നിവാസികൾക്ക് മുഴുവൻ ഭയാനകമായ, ചീർത്ത് വീർത്ത് ഒരു രഥത്തിന് കടന്നു പോകാൻ കഴിയാത്തവണ്ണം അത്രത്തോളം ഭീകരമായ, അത്രയും വലിയ സ്ഥലത്തേക്ക് അവൻ ചീർത്ത് വീർത്ത് അത്രയും മോശകരമായ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു മരണത്തിലേക്കാണ് യൂദാസിനെ ദൈവം അയച്ചതെങ്കിൽ ഇന്ന് നമ്മളുടെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കുക. ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം മുന്നോട്ട് പോകുവാൻ അപ്പസ്തോലന്മാരുടെ പ്രാധാന്യം, അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ, അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ പാപ്പിയാസിൻ്റെ യഥാർത്ഥ രേഖകൾ, അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ പാപ്പിയാസ് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നീടുള്ള സഭാപിതാക്കന്മാർ അവരുടെ രേഖകളിൽ വ്യക്തമായി പാപ്പിയാസിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിയറാപോളിസിലെ ബിഷപ്പായിരുന്ന പാപ്പിയാസിൻ്റെ യഥാർത്ഥ രേഖകളൊക്കെ പിന്നീട് നശിച്ചു പോയി എങ്കിലും വളരെ വ്യക്തമായി അപ്പോളിനാരിസ് എന്ന് പറയുന്ന, അപ്പോളിനാരിസ് ഓഫ് ലൗദോക്കിയയിലെ അപ്പോളിനാരിസ് എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ സഭാപിതാവ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം, അദ്ദേഹത്തിൻ്റെ മത്തായി സുവിശേഷത്തിൻ്റെയും അപ്പസ്തോല പ്രവൃത്തിയുടെയും എക്സ്പ്ലനേഷൻ, അതിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു വളരെ വ്യക്തമായി. ഈ പാപ്പിയാസ് ഈ യൂദാസിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരുന്നു. ഈ അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ, അതിൻ്റെ വിശുദ്ധീകരണങ്ങൾ എഴുതുമ്പോൾ വളരെ വ്യക്തമായി അപ്പോളിനാരിസ് എഴുതിയിരിക്കുകയാണ് ഇവിടെ യൂദാസിൻ്റെ മരണം എന്തായിരുന്നു എന്നുള്ളത്, യൂദാസിൻ്റെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദിമ സഭാപിതാവായ പാപ്പിയാസ് എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെ എക്സ്പ്ലനേഷനിലാണ് നമ്മളിത് കാണുന്നത്. പാപ്പിയാസ് എഴുതിയ 5 പുസ്തകങ്ങളെക്കുറിച്ച് ഐറേനീസും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ. പാപ്പിയാസ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും അതിൽ യൂദായെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്നും ഐറേനീസും തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്ക് വഴി കാണിക്കുന്നത്, നമുക്കൊരു വലിയ മുന്നറിയിപ്പ് തരുന്നത്. കാരണം ഇത്രയും ഭീകരമായ മരണം, യേശുവിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുവന് ലഭിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ഒറ്റുകൊടുക്കുന്നവന് ലഭിക്കുന്ന ഏറ്റവും ഭീകരമായ മരണത്തെക്കുറിച്ചാണ് വ്യക്തതയോടെ നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നത്. അവൻ കെട്ടുഞാണി ചത്തു, എന്നാൽ അതുകൊണ്ട് അവന് മരണം മറ്റില്ല. അവൻ അവിടെ നിന്നും താഴെ വീണു, കയറ് പൊട്ടി, അവൻ്റെ ഉദരം പിളർന്നു. ദിവസങ്ങളോളം വഴിയാത്രക്കാർക്ക് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ അവൻ വീർത്ത് ചീർത്ത്, എന്നാൽ ജീവൻ്റെ തുടിപ്പിന് വേണ്ടി അവൻ പലരോട് ഒരുപക്ഷെ കെഞ്ചിയിട്ടുണ്ടാകാം, പലരോട് നിലവിളിച്ചിട്ടുണ്ടാകാം, വലിയ കരച്ചിലുകൾ അവൻ്റെ മുൻപിൽ ഉണ്ടായിട്ടുണ്ടാകാം. ദിവസങ്ങളോളം അവൻ മരണപ്പെടാതെ ചീർത്ത് തന്നെ അവിടെ കിടന്നു, ദുർഗന്ധം വമിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി തെളിവ് തരുമ്പോൾ, ക്രിസ്തുവിനെ തള്ളാതെ ഏകരക്ഷകനായ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്റ്റോ സെൻട്രിക്കായ ഒരു ആരാധന രീതികൾ, ഒരു പ്രാർത്ഥനാ രീതികൾ, ക്രിസ്തു മതി, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മതി, ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ പോകത്തില്ല, മറ്റൊന്നിലും ഞങ്ങൾ ആശ്രയിക്കത്തില്ല, യേശു ഏകരക്ഷകൻ എന്ന് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി ഇത് മുന്നോട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ ശക്തമായ ഒരു സൈന്യമായി മാറുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.